ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈവിലത്തെ ബെഡ് വാർ കളിക്കാൻ പോണ ഗൈസ്. അത് തന്നെ ഗൈസ്, വന്നിടത്തെ പോലെ തന്നെ ഹൈവിലത്തെ ബെഡ് വാർ കളിക്കാൻ പോണ. ഈ പ്രാവശ്യം നമ്മൾ ബ്ലൂ ടീമാണല്ലോ കിട്ടിയത് ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഭയങ്കര വലുതായിട്ടുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ നോക്കുക, അല്ലാതെ എന്താണ് ആൾക്കാർ കൊല്ലാനല്ല. നേരത്തെ പ്രാവശ്യം എന്നാൽ കൊല്ലാൻ പോയി, നേരത്തെ പ്രാവശ്യം ഇങ്ങനെ സർവൈവ് ചെയ്യാൻ നോക്കി, എന്നാലും വെച്ചെന്നാണ് കൊല്ലാനൊക്കെ പോയിട്ട് പണികളിൽ പോയി. അതാണ് ഈ പ്രാവശ്യം നമ്മൾ വെറുതെ സർവൈവ് ചെയ്യാൻ നോക്കുള്ളൂ കൈ. പിന്നെ മാത്രമല്ല, നമ്മുടെ ടീംമേറ്റിന് വെച്ചാൽ ഇങ്ങനെ അറ്റാക്കിങ് ചെയ്യലാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ സർവൈവ് ചെയ്ത് നോക്കും, എന്നാണ് എൻ്റെ ടീം അറ്റാക്ക് ചെയ്യാൻ നോക്കും. പിന്നെ വേണമെങ്കിൽ എൻ്റെ വേറെ കൂട്ടുകാരുണ്ട്, അവരുടെ വേണമെങ്കിൽ കളിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാൻ ഇന്നലെ ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരോട് കളിക്കണമായിരുന്നു. എന്നാലും ആ സമയത്ത് ഇതാദ്യം ഉണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച്, അത് കാരണമാണ് മറ്റേ കൂട്ടുകാരോട് ചെയ്ത് ഇടാതിരുന്നതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ഞാനിപ്പോൾ ഫോണിൽ എന്നിട്ട് എനിക്കെന്താണ് ലാപ്ടോപ്പൊക്കെ ഉണ്ടാകുന്നു. അതേ കൈസ്, എനിക്ക് ലാപ്ടോപ്പൊന്നുമില്ല, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊന്നുമില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ വാങ്ങും. അതായാലും അതിന് വേണ്ടി 1-2 വർഷം പിടിക്കും കൈസ്. അതായത് ലാപ്ടോപ്പ് വീഡിയോ ഒന്നും വിചാരിക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇച്ചിരി പേര് കാണാറുള്ളത് എനിക്കറിയാം. ഇച്ചിരി പേരെന്ന് വെച്ചാൽ ഒരു 30 വ്യൂസ് അത്രക്കൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും നിങ്ങൾക്കൊക്കെ എന്താണ് ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ കൂട്ടുകാരുടെ കൂടെ ഷെയറൊക്കെ ചെയ്യണം. നമുക്ക് ഭയങ്കര കുറവാണ് ഇങ്ങനെ വ്യൂസിൻ്റെ തന്നെ. വ്യൂസ് കുറേയുണ്ട്, ഒരു വ്യൂസ് 50 ഒക്കെ ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് 1-2 ഉള്ളെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്നാലും വ്യൂസും കുറവാണ് ഗൈസ്. അത് തന്നെ നിങ്ങൾ പ്ലീസ് എന്നെ ഇങ്ങനെ സഹായിക്കുക എന്ന് വിചാരിക്കണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇപ്പം നിങ്ങളൊരു ഗ്രേലിൻ്റെ ടീമിന് ഓടി വന്ന് കണ്ടില്ലേ, പേടിക്കേണ്ട കൈസ്. അയാൾ പിന്നെയും പിരിയൊന്നും കാണും, അയാൾ കുറേ പാഷനും കാണും. എൻ്റെ ടീമും അയാളുടെ ടീം വീഡിയോയിൽ കുറേ കറങ്ങി എന്നാൽ ഓടിച്ചിട്ട് വിട്ടമാതിരി നടക്കണ ഈ കോള്. ഇത് രണ്ടാമത് തന്നെ. നമുക്ക് പോയി ഇച്ചിരി എമറൽഡ് കളക്ട് ചെയ്യുക ഗൈസ്. അവിടെ ഒരാൾ വന്നിട്ടല്ല, അത് പിന്നെ പോവാ. അവിടെ ഒരാൾ വന്നിട്ടല്ല ഗൈസ്. അത് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എന്താണ് സർവൈവ് ചെയ്യാനാണ് നോക്കണ്ടല്ലോ, അതൊന്നും കൊല്ലാനല്ലെന്ന്. അടുത്ത വീഡിയോ ഇത് പാർട്ട് 2 അല്ലേ, നമ്മൾ പാർട്ട് 3 എന്നാണ് ഒഫൻസിന് നോക്കാം. ഡിഫെൻസിന് പകരം ഒഫൻസിന് പോവാം.
എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം പക്ഷേ എൻ്റെ മറ്റേ ഡോളിന് നോക്ക് ഇങ്ങനെ നമ്മ ജാവയിലൊക്കെ ഓടിക്കൂടി ചാടുമ്പോൾ എന്താണ് നല്ല സ്മൂത്തായിട്ടാണ്. അതായത് നമ്മുടെ ബെഡ് റോക്കിൽ ഓടിയിട്ട് ചാടുമ്പോൾ അതില്ല. പിന്നെ കൈസ് നിങ്ങൾ വിചാരിക്കണ്ടേക്കും ഈ എപ്പോഴും ഫുൾ ടൈം എന്താണ് ഇങ്ങനെ ഹാങ് അടിക്കണമെന്ന്. അതേ കൈസ് നേരത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചാകാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഹാങ് അടിച്ച്. എൻ്റെ ഫോണിൽ എന്താണെന്ന് അറിയാൻ പാടില്ല, കുറേ സ്പേസ് ഒക്കെ ഉണ്ട്, ഒരു 4 GB 5 GB സ്പേസ് ഉണ്ട്, ബാക്കിയുണ്ട്. എന്നാലും ഈ പിന്നെ ഹാങ് അടിക്കുകയാണ്. നിങ്ങൾക്കാർക്കും സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് അങ്ങോട്ട് കോമെൻറ്റ്സിലയക്കോ ഗൈസ്. ഓ ഗൈസ് റെഡിലത്തെ 2 പേരും മറ്റുണ്ട്. റെഡിലത്തെ 2 ഓ ഗൈസ് അനങ്ങാനും പറ്റുന്നില്ല മര്യാദക്ക്. ഞാൻ ചാകറ ഗൈസ് ഒച്ച അങ്ങനെ അത് ചെയ്യില്ല. ബെഡൊന്നും പൊട്ടിയിട്ടില്ലല്ലോ. അതിൽ പൗണ്ടർ ചെയ്യുന്നുണ്ടാകും ഒളിച്ചിട്ട് നമ്മൾ പോലെ ആയില്ലല്ലോ. അതൊരു സന്തോഷിക്കുക. ഞാൻ എന്തൊക്കെ കണ്ടനാണ്. ഞാൻ ആദ്യം ഇത് പർച്ചേസ് ചെയ്തിട്ട് പിന്നെയും ചെയ്തേക്കുന്നു. എൻ്റെ ടീമേജിൻ്റെ കയ്യിൽ ആർമർ ഉണ്ടാകുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ലെങ്കിൽ എന്നാണ് ഇതിനകത്തൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. ഉണ്ട് നിങ്ങൾ ശരിക്കുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് സോഡൊന്നും എടുക്കാതെ തോന്നുന്നത്. അതാണ് ഞാനും ഇച്ചിന് കഴിഞ്ഞിട്ട് വിചാരിക്കുന്നത്. ഞാൻ അതാണ് ഈ സമയത്തിനൊന്നും വിചാരിച്ചില്ല. എന്നാലും ഇച്ചിന് കഴിഞ്ഞിട്ടേക്ക് ഞാൻ ഇച്ചിന് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കണം ഇതെന്താണ് ഞാനൊന്നും വാങ്ങിക്കാതിരുന്നത്. കണ്ട കൈസ് ഞാൻ കൈ കൊണ്ട് വല്ല നോക്കണൊന്നും വാങ്ങിക്കാത്ത കാരണം അന്നിട്ട് ചാകൂല. എന്താണ് ടീമേറ്റ് ആദ്യം കൊന്നിട്ട് എന്താണ് ഇവൻ്റെ കൂട്ടുകാരെന്താണ് പോയില്ലേ ഇവന് ഞാൻ കൂടി കൊല്ലും. ഇങ്ങനെ സോടങ്ങി കിട്ടിയുള്ള കൈ. നിങ്ങൾക്ക് ബോറേത്തോണ്ടെങ്കിൽ കുറേ പാട്ടൊക്കെ സ്കിപ്പ് ചെയ്താട്ടാ. തോന്നുമ്പോൾ സ്കിപ്പ് ചെയ്യുക. 15 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആർക്കും എന്താണ് വെറുതെ ഇങ്ങനത്തെ വീഡിയോ 15 മിനിറ്റ് കാണാൻ ഇഷ്ടപ്പെടില്ല. എൻ്റെ ഷോർട്ട് ഫോം വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് എല്ലാം കാണാൻ പറ്റും. എന്നാലും അതിനകത്ത് വേഗം ചാകാനായിരുന്നു ഷോർട്ട് ഫോം കാണാം. ഇതിനകത്ത് ഞാൻ കുറേ നേരം ജീവിക്കണ കാരണമാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ എനിക്ക് എഡിറ്റിങ് ചെയ്ത് എന്താണ് കറക്റ്റ് ടൈമിങ്ങൊക്കെ എടുക്കാനായിട്ട് അറിയാം. ഇങ്ങനെ ഷോർട്ടുമാവും എന്തൊക്കെയാണ് നടന്നതെന്ന് കാണാനായിട്ടും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും എന്താണ് അങ്ങനെ ഷോർട്ടാക്കിയിട്ട് മതിയെങ്കിൽ കോമെൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ എനിക്കറിയാം കുറേ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കോമെൻറ്റ്സ് ഓണാക്കിടാറില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് മേഡ് ഫോർ കിഡ്സ് ഒന്നും എടുക്കുമ്പോൾ എന്താണ് കോമെൻറ്റ്സ് തന്നെ ഓഫായി പോകും. അത് കാരണമാണ് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ തെറ്റ് ചെയ്യൂല ഗൈസ്.
ഓക്കെ ഗൈസ്, ഒരു നമ്മളെയും കൂടി കൂട്ടാതെ നാടിയും കൂടി ഉണ്ടല്ലോ ഗൈസ്. മാച്ച് ഒരു ഇച്ചിരിയും കൂടി ഉണ്ടാവുള്ളൂ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയണം ഗൈസ്. അത് നമ്മൾ കുറേ പോയി കാണും, വീട്ടിനൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അതിനെക്കാട്ടിയും കുറവാണ് സബ്സ്ക്രൈബേഴ്സ്. അത് ശരിയാണ്, വ്യൂസിനെക്കാട്ടിയും കുറവായിരിക്കും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. എന്നാലും ശരി വ്യൂസ് കൂട്ടണേ ഗൈസ്. ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ഒക്കെ ചെയ്യണം ഗൈസ്. നല്ല ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചീത്തല്ല, കാരണം എന്നാൽ ചീത്തയെന്ന് എനിക്കറിയാം. അത് എന്നാലും മിച്ചിയൊക്കെ സഹായം ചെയ്യണം ഗൈസ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മാസ്റ്റർ 99 എന്നാണ് അവൻ്റെ പേര്. ഞാൻ എന്താണ് അവൻ്റെ ഇതും ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുക, അവനോട് സബ്സ്ക്രൈബ് ചെയ്യണം. അവൻ്റെയിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലോങ് ഫോം വീഡിയോ ഒന്നുമില്ല, ഷോർട്ടാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അവനെന്താണ് ഷോർട്ടായ കാരണം ഫുൾ ടൈം വീഡിയോ ഇടലാണ്. പിന്നെ ഫുൾ ടൈം ഒരാഴ്ച തന്നെ എന്താണ് 3 കൂടുതൽ വീഡിയോ ഒക്കെ ഇടും. എന്നാലും എനിക്കങ്ങനെ പറ്റൂല ഗൈസ്. എന്നാന്ന് വെച്ചാൽ ആദ്യം വീഡിയോ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഇടുന്നത്. അത് കാരണമാണ് ചില സീനിലൊക്കെ എന്താണ് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയണത്. അത് കാരണം അവൻ്റെയൊക്കെ വേഗം കഴിയും. അവൻ എഡിറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്താണ് ചില സമയത്തൊക്കെ ചില സ്ഥലത്തൊക്കെ കട്ടൊക്കെ ചെയ്തെന്നാണ് ഇടാറുണ്ട്. ഈ വീഡിയോ തന്നെ ശരിക്കും 20 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടതാണ്. ഞാനെന്താണ് കുറേ സ്ഥലത്തൊക്കെ കട്ട് ചെയ്തു. എന്നാലും വിച്ചിയും കൂടി കട്ട് ചെയ്താലൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രക്ക് തന്നെ ഇട്ടത്. അത് തന്നെ അവൻ ഇങ്ങനെ വേഗം വീഡിയോ ഇടും, എന്നാലും എനിക്കിടാൻ പറ്റില്ല. പിന്നെ അവൻ്റെ ഏറ്റവും റോബ്ലോക്സ് ആണ്. നമുക്ക് റോബ്ലോക്സ് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സർവൈവലിൽ തുടങ്ങാം. സർവൈവലിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈമിൻ്റെ ഒക്കെ കറക്റ്റ് ആവില്ല. പാർട്ട് വേണമെങ്കിൽ പാർട്ട് 3 എന്താണ് ഡേ എന്താണ് 15 ആയിരിക്കും, 15 ആയിരിക്കും, ഡേ 15 ആയിരിക്കും. ഇങ്ങനെ എൻ്റെ സൗണ്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്നെ ചുമ വന്നപ്പോൾ എനിക്ക് കഫൊക്കെ എടുത്ത് ചുമയ്ക്കാണ് ഗൈസ്. അത് തന്നെ എൻ്റെ സൗണ്ട് ഇച്ചിരി ഡിഫറൻസ് ചില പേരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ കഫൊക്കെ ഇട്ടൊക്കെ കാരണം ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വേണ്ടിയിട്ട് എന്നാലും എനിക്കെന്നാൽ ഒന്നുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ നാൾ ചാലഞ്ച് അപ്ഡേറ്റ് ഇട്ടെന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ശരിക്കും ആൾക്കാരെ കൊന്നിട്ടില്ലേ. ഞാൻ കുറേ കളിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കൊന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ അയാൾ ഓടിപ്പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കൊല്ലാൻ പോകുമ്പോൾ തന്നെ എന്താണ് വേറെ സഹായിക്കാനായിട്ട് എന്താണ് ആരെങ്കിലും വരും. അത് തന്നെ എനിക്ക് റീച്ച് ആവേണ്ടി വരും. ഗൈസ് സഡൻ ഡെത്ത് പറഞ്ഞാൽ എല്ലാവരുടെയും ബെഡ് പൊട്ടിയപ്പോൾ തന്നെ അയാൾ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചല്ലോ ഗൈസ്.
ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.